കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി യുവാക്കളെയും കുട്ടികളെയും കായിക താൽപര്യം വളർത്തുന്നതിന് മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജീകരിക്കുന്ന ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 15 മുതൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റും ചേർന്ന് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ചേരി വിപുലമായി സംഘടിപ്പിക്കുന്ന കാൽപന്ത് കളിക്ക് വേദിയാവുന്നത്. ഏപ്രിൽ 15 രാത്രി 8 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ മെഡിഗാർഡ് അരീക്കോടും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിൽ ഏറ്റുമുട്ടും. 20 പ്രമുഖ ടീമുകളുടെ 21 കളികളാണ് നടക്കുക. മത്സരത്തിനു മുൻപും ഇടവേളകളിലും ഫ്ളാഷ് മോബും ലഹരിവിരുദ്ധ പരിപാടികളുടെ ദൃശ്യാവിഷ്കാരങ്ങളും കലാവിരുന്നും അവതരിപ്പിക്കുന്നതിനും വേദിയൊരുങ്ങും. 7000 പേർക്കിരിക്കാനുള്ള സ്റ്റീൽ ഗ്യാലറിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗ്രൌണ്ടിന്റെ ഒരു ഭാഗത്ത് വാഹന പാർക്കിംഗിനും സ്ഥലമൊരുക്കി. ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം വട്ടപ്പാറ ഹെൽത്ത് സെന്ററിന് സ്ഥലം വാങ്ങുന്നതിനും ഭിന്നശേഷിക്കാർക്കുള്ള പിന്തുണാ പ്രവർത്തനങ്ങൾ നടത്താനും മാറ്റിവെക്കും. ബാക്കി വരുന്ന സംഖ്യ ഗ്രൌണ്ടിന്റെ സംരക്ഷണത്തിന് ഉപയോഗിക്കും. കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള പരിശീലനം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള സഹായം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ചമയം, മൊഞ്ചുള്ള മഞ്ചേരി, ചേലാസ് വെഡ്ഡിംഗ് സെന്റർ, NTK ജ്വല്ലേഴ്സ് എന്നീ പേരിലുള്ള ട്രോഫികളാണ് വിജയികൾക്ക് സമ്മാനിക്കുക. സീസൺ ടിക്കറ്റുകാർക്ക് ഇപ്രാവശ്യം പ്രത്യേക സംവിധാനത്തിലുള്ള ഇലക്ട്രോണിക് കാർഡാണ് നൽകുക. ഭർത്താവ്, ഭാര്യ, 2 മക്കൾ ഉൾപ്പെടെ 4 കുടുംബത്തിന് 150 രൂപയുടെ ഫാമിലി ടിക്കറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബസമേതം കളി കാണാൻ പ്രത്യേകം സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ഗാലറി സീസൺ ടിക്കറ്റിന് 900 രൂപയാണ്. ഇപ്രാവശ്യം നമുക്ക് ഒരു പദ്ധതി മഞ്ചേരിയിൽ നടക്കുന്ന അറിയാലോ. അതായത് നമ്മൾ മഞ്ചുള്ള മഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഇപ്രാവശ്യം ചമയം മഞ്ചുള്ള മഞ്ചേരി, ചേലാസ് വെഡ്ഡിംഗ് സെന്റർ, ഫുട്ബോൾ ഫെസ്റ്റ് 25 പവേർഡ് ബൈ NTK ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന മെയിൻ സ്പോൺസേഴ്സാണ് ഇതിലുള്ളത്. കാരണം ഫുട്ബോൾ ഇപ്പോൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത്. അപ്പോൾ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ നിന്നു പോയിടത്തുനിന്ന് രണ്ടാമത് ഉയർത്തുക എന്നുള്ളത് നഗരസഭയുടെ ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിൽ കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് അതൊരു ക്രൈസാണ്. ബാഡ്മിൻ്റണിലേക്ക് പോയി കഴിഞ്ഞാൽ അത്, ബാസ്കറ്റ്ബോളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്, ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പോകും. പക്ഷേ കുട്ടികളുടെ ആക്ടിവിറ്റികൾ, സ്പോർട്സ് ആക്ടിവിറ്റികൾ കൂട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമുക്കിതിന് പുറകിലുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരിയിലെ ഈ പരിപാടി നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിച്ചൊരു കാര്യം, മഞ്ചേരിയിലെ ഫാമിലികൾക്ക് അവർക്ക് എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടുള്ള യാതൊരു ആക്ടിവിറ്റികൾ വളരെയധികം ചുരുക്കമാണ്. എന്നുവെച്ചാൽ മഞ്ചേരിയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഫാമിലികൾ അവരുടെ കുടുംബ ഉല്ലാസത്തിനും വേണ്ടിയിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വൈകുന്നേരം 7 മണി മുതൽ ത്രൂ ഔട്ട് നമ്മളുടെ ഗ്രൗണ്ടിൽ ഏകദേശം ഒരു 9-9:45 വരെ ഫാമിലിക്ക് ചെലവഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇപ്രാവശ്യം മഞ്ചേരിയിൽ ഒരുക്കുന്നത്. അപ്പോൾ 7 മണി മുതൽ നമ്മുടെ കലാകായിക പരിപാടികൾ തുടങ്ങും. 8:30 മണിയോടുകൂടി നമ്മൾ 8:45 കൂടിയിട്ട് നമ്മൾ ഫുട്ബോൾ ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ K. നിവിൻ ഇബ്രാഹിം, കൺവീനർ K. മുഹമ്മദ് ബഷീർ, ഷുക്കൂർ പടവണ്ണ, N. മുഹമ്മദ്, K. അൽത്താഫ്, സമീർ വലാഞ്ചിറ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.